നമ്മുടെ പരീത് ഇവരൊക്കെ ഒത്തിരി കാശ് വരത്തിലുണ്ടാക്കി വരുന്നുണ്ട്. ചേട്ടൻ ദിവസം രാവിലെ പണിക്ക് പോവോ? ഞാനോ? ഞാൻ നേരത്തെ പോകാറുണ്ട്, ഇപ്പൊ പോകണില്ല. ഇത് ഈ ചെറിയ തോതിലുള്ള മരം കയറാൻ നേരത്തെ 5 മണിയാകുമ്പോൾ എനിക്ക് ചായക്കടയിൽ പോയിട്ട് മരം കയറാൻ പോകും. അപ്പോൾ ഒരു 10 മണി നടക്കും. 10 മണി വരെ പണിയും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലിറ്റർ കള്ളും കുടിച്ച് ഇതിലെ പാട്ടും പണിയൊക്കെ കിട്ടുന്ന പണിയൊക്കെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഒന്നാം മരത്തിൽ നേടി ഒന്നാം ആട്ടത്താക്കി വന്നാൽ പിന്നെ പണിയുന്നില്ല. മറ്റേ രാവിലെ ഇവർക്കൊക്കെ പാക്ക് കുറിക്കാൻ പോകണമല്ലോ, എല്ലാവർക്കും പണി പണിയെടുക്കണ തന്നെ ആരോഗ്യം പണിയെടുക്കുന്ന ഒരു കുഴപ്പമില്ല. അധ്വാന ശരീരത്തിന് നല്ലത്. ചോര സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മൾ വേറെ ആരുടെയും ഇത് വേണ്ട, നമ്മൾ സ്വന്തമായിട്ട് ആര് അധ്വാനിച്ച് കഴിച്ചാലും അത്രയും നല്ലതാണ്. ഇപ്പം എന്തോരം പണം ഉണ്ടായിക്കോട്ടെ, നമ്മുടെ കൃഷി ചെയ്ത് കിട്ടുന്ന പൈസ പറമ്പിൽ നിന്ന് കിട്ടുന്നിടത്തോളം ഭംഗിയല്ല വേറെ ഒന്നും. അതുപോലെ സർക്കാർ ജോലി ഇത് അവർ അത് ചെയ്തെങ്കിലേ അത് നോക്കി ചെയ്ത് ഓരോ ജോലിയുടെ ചെയ്ത് നോക്കിയെങ്കിലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് സർക്കാർ ജോലി. ഒന്ന് നാട്ടുകാരുടെ കേൾക്കണം, ഒന്ന് വന്നവൻ്റെ പാവപ്പുഴകൾ ഇതെല്ലാം കേൾക്കണം. അതിനെല്ലാം ക്ഷമയില്ലാത്തൊരു സർക്കാർ ജോലിക്ക് പോയാൽ വലിയ പാടാണ്. കാര്യം നമുക്ക് തോന്നുമ്പോൾ കൈക്കൂലിയും മേടിച്ചു, ശമ്പളവും മേടിച്ചു. ഈ സർക്കാർ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണുന്നൊരു പട്ടിയുടെ പോലും വിലയില്ല. എന്തെങ്കിലും പറ്റിയാൽ മറ്റുള്ളവരാരും നോക്കില്ല. അതാണ് സർക്കാർ ജോലിയുടെ കണ്ടീഷൻ. ആരും മെച്ചും ചെയ്യില്ല. അതുപോലെ രാഷ്ട്രീയത്തിൽ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ അവൻ നിലത്തിറങ്ങി ഒരു തുള്ളി വെള്ളം വരെ ചിലപ്പോൾ കൊടുക്കാൻ ആരും കാണില്ല. ഒരു കൃഷിക്കാരൻ അവനൊരു വീഴ്ച ഒട്ടിയാൽ എല്ലാവരും ഓടിച്ചില്ല. ഒരു കൂലിപ്പണിക്കാരൻ മണ്ണിപ്പണിയാണ് അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെ അപ്പെടുത്തുണ്ട്.